Good morning, students. Now we are dealing with chapter 5, surface chemistry. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നേക്കാൾ നല്ലത് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് കെമിസ്ട്രി സാധാരണഗതിയിൽ ഡീൽ ചെയ്യുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൽ നടക്കുന്ന റിയാക്ഷൻസ്, ദാറ്റ് ഈസ് ഇറ്റ് ഡീൽസ് വിത്ത് surface chemistry deals with phenomena that occurs at the surfaces or interfaces. അപ്പോൾ സർഫസ് കെമിസ്ട്രി സർഫസിൽ നടക്കുന്ന പ്രക്രിയയാണെന്ന് മനസ്സിലാക്കാം. ഈ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സർഫസ് കെമിസ്ട്രിയിൽ 3 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ വിഭാഗം അഡ്സോർപ്ഷൻ, രണ്ടാമത്തേത് കറ്റാലിസിസ് ആൻഡ് തേർഡ് വൺ ഈസ് കൊളോയിഡ്സ്. ഈ 3 ഭാഗങ്ങളായിട്ടാണ് ഈ ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഡ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. അഡ്സോർപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അബ്സോർപ്ഷൻ കേട്ടിട്ടുണ്ടാവും, ABSORPTION, അബ്സോർപ്ഷൻ കേട്ടിട്ടുണ്ടാവും. അഡ്സോർപ്ഷൻ നമ്മൾ അറിയണ പ്രക്രിയ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് നോക്കാം. അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്, അത് പറയാം. അതിന് മുമ്പായിട്ട് അഡ്സോർപ്ഷൻ ADSORPTION അത് എന്താണെന്നുള്ളതാണ് പറയുന്നത്. Adsorption എന്ന് പറയുന്നത് it is the accumulation of molecular species at the surface rather than in the bulk of a solid or liquid is termed adsorption. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിൽ അതിലേക്ക് വേറെ കുറച്ച് മോളിക്യൂൾ വന്ന് അക്യൂമുലേറ്റ് ചെയ്ത് ഒരുമിച്ച് വന്ന് അട്രാക്റ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു സർഫസ് ഫിനോമിനനാണ് അഡ്സോർപ്ഷൻ. നിങ്ങൾക്കിത് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഡിഫറൻസ് നമുക്കതിലൂടെ പറയാം. നമ്മൾ ഡസ്റ്ററും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ചോക്ക് കൊണ്ട് ബോർഡുമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഡസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡസ്റ്ററിൻ്റെ മുകളുടെ ഭാഗത്ത്, അതായത് സർഫസിലാണ് എന്ത് പറ്റി പിടിച്ചിരിക്കുക, ഡസ്റ്റ് പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുക. ആ പ്രക്രിയ മനസ്സിലോർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡസ്റ്ററിലേക്ക് കുറച്ച് മഷി ഒഴിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഡസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് അത് വലിഞ്ഞ് പോകും. അപ്പോൾ അത് സർഫസിലെല്ലാം നിൽക്കുന്നത് എന്തിലേക്ക് പോകുന്നുണ്ട്, ബൾക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 ഡിഫറൻസാണ് എന്ത് തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്തിരിക്കുക, അതായത് സർഫസിൽ മാത്രം കാണുന്ന ഫിനോമിനനാണ് അഡ്സോർപ്ഷൻ. അതേസമയം നമ്മൾ ഇങ്ക് ഒഴിച്ചപ്പോൾ ഇങ്ക് ബൾക്കിലേക്ക് പോകുന്നു, അപ്പോൾ അതെന്താണ്, ബൾക്ക് ഫിനോമിനനാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അഡ്സോർപ്ഷനാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്യൂമുലേഷൻ, ഇനി നിങ്ങൾ ഡെഫിനേഷൻ ഒന്ന് ശ്രദ്ധിക്കുക, ദ അക്യൂമുലേഷൻ ഓഫ് മോളിക്കുലർ സ്പീഷീസ് അറ്റ് ദി സർഫസ് റാദർ ദാൻ ഇൻ ദ ബൾക്കിലേക്ക് പോകാതെ സർഫസിൽ മാത്രം അക്യൂമുലേറ്റ് ചെയ്യുന്ന ഫിനോമിന പറഞ്ഞ പേരാണ് അഡ്സോർപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു സർഫസും വേണം, അതുമേൽ പറ്റി ഇരിക്കാനായിട്ട് പാർട്ടിക്കിൾസ് വേണം. അപ്പോൾ എന്താണ് ആ പാർട്ടിക്കിൾസിനെ പറയുന്ന പേര് നമുക്ക് നോക്കാം. Molecular species or substance which concentrate or accumulates at the surface is termed as adsorbate. അതായത് ആ പാർട്ടിക്കിൾസിനെ, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ് എന്നുള്ളത്. അതേപോലെ ഡസ്റ്റർ എന്തുമേലാണോ അത് പറ്റി പിടിച്ചിരിക്കുന്നത് അതാണ് അഡ്സോർബൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്സോർപ്ഷൻ എന്താണ്, ഒരു എസെൻഷ്യലി ഇറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ. അതായത് സാധാരണഗതിയിൽ പറ്റിപ്പിടിച്ചിരിക്കുക, അത് ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റിൽ ലാർജ് സർഫസ് ഏരിയയിലുള്ള ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫൈൻ പൊടി എന്ന് പറയില്ല നമ്മൾ, ആ പൊടിയുടെ അത്രയ്ക്കും സൈസ് കുറവുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്തായിട്ട് പ്രവർത്തിക്കും, അഡ്സോർബൻസ് ആയിട്ട് പ്രവർത്തിക്കും. അതായത് പറ്റിപ്പിടിച്ചിരിക്കാവുന്ന സൈസ്, അതായത് സർഫസ് ഏരിയ കൂടുതലായിരിക്കണം, അതുപോലെ തന്നെ സൈസ് വളരെ കുറവായിരിക്കണം. അങ്ങനത്തെ പാർട്ടിക്കിൾസ് മിക്കവാറും, ഫോർ എക്സാമ്പിൾ ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ, colloids, metals in finely divided state etc. acts as good adsorbents. അപ്പോൾ അതിൽ പറയുന്ന എക്സാമ്പിൾസാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഷുഗർ, നമ്മളുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ കളർ എന്താണ്, ഒരു ബ്രൗൺ കളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിൻ്റെത്. പക്ഷെ അതിന്
കളറ് ലെസ്സാക്കി മാറ്റുന്നത് ഇറ്റ് ഈസ് അഡ്സോർപ്ഷൻ. എന്ത് വെച്ചിട്ടാണ് അഡ്സോർബ് ചെയ്യുക? ഫൈനലി ഡിവൈഡഡ് ചാർക്കോളാണ് ചെയ്യുക, ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ചെയ്യുക. ആക്ടിവേറ്റഡ് ചാർക്കോളിലേക്ക് അക്വസ് സൊല്യൂഷൻ ഓഫ് റോ ഷുഗർ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രൗൺ കളർ മാറിയിട്ട് ബ്രൗൺ കളറിനെ ചാർക്കോൾ വലിച്ചെടുക്കുകയും സാധാ ഷുഗറാക്കി, മീൻസ് കളർലെസ് ഷുഗറാക്കിയിട്ട് മാറ്റുകയും ചെയ്യും ഷുഗർ പാർട്ടിനെ. അപ്പോൾ അതിലത്തെ കളറിനെ അഡ്സോർബ് ചെയ്യുന്നത് ആരാണ്? ചാർക്കോളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലക്ട്രോണിക് അപ്പാരറ്റസ് അല്ലെങ്കിൽ നമ്മളുടെ ലാബ് അപ്പാരറ്റസോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് വയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെറിയൊരു പാക്കറ്റ് കാണാം, ഡു നോട്ട് ഈറ്റ് നോട്ട് എഴുതി വെച്ചിട്ട് കാണാം. അതുപോലെ ചില മരുന്നിൻ്റെ കുപ്പികളിൽ ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ അതിലും കാണാം. അതിൽ ഉള്ളത് സിലിക്ക ജെല്ലാണ്. എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുണ്ടാവും നിങ്ങൾക്ക്, മോയ്സ്ചർ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും നമ്മൾ അത് നാശാവാതിരിക്കാൻ മോയ്സ്ചർ ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പം മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്നത് ആരാണ് അവിടെ? സിലിക്ക ജെല്ലാണ്. അപ്പോൾ ദ എയർ ബിക്കംസ് ഡ്രൈ ഇൻ ദ പ്രസൻസ് ഓഫ് സിലിക്ക ജെൽസ്. അപ്പം എന്തുകൊണ്ടാണ്? വാട്ടർ മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യും. സിലിക്ക ജെല്ലിൻ്റെ പ്രതലത്തിൽ വാട്ടർ മോളിക്യൂൾസിനെ അഡ്സോർബ്. ഇതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ചാർക്കോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. അഡ്സോർപ്ഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺലി അറ്റ് ദ സർഫസ്, while in absorption substance is uniformly distributed throughout the bulk. അതായത് ബൾക്കിലേക്ക് പോകുന്ന ഫിനോമിനൻ അബ്സോർപ്ഷനും സർഫസിൽ മാത്രം കാണുന്ന ഫിനോമിനൻ അഡ്സോർപ്ഷനാണ്. ഇനി രണ്ടും കൂടി നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സോർപ്ഷൻ. ഇനി എന്താണ് അഡ്സോർപ്ഷൻ നടക്കാനുള്ള കാരണം എന്നാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യേ വേണ്ടു. എഴുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ ഉള്ളിലുള്ള, അതായത് നമ്മളുടെ ഡസ്റ്ററിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവർ തമ്മിലൊരു ബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവും. അതേസമയം സർഫസിലുള്ള പാർട്ടിക്കിൾസിൽ എന്തില്ല? ബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവും? ഇംബാലൻസ് വരും. അപ്പോൾ അവിടെ ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് താഴേക്ക്, അതായത് സർഫസിലുള്ള മോളിക്യൂൾസിന് അതിന് മുകളിൽ എന്ത് വരുന്നില്ല? ഫോഴ്സ് വരുന്നില്ല, ചുറ്റുവട്ടത്തിൽ ഫോഴ്സ് വരുന്നില്ല, താഴേക്ക് മാത്രമേ ഫോഴ്സ് വരുന്നുള്ളൂ. ദിസ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡ്സോർപ്ഷൻ. ഇനി അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഡെൽറ്റ എച്ച്. കഴിഞ്ഞ കൊല്ലം നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സർഫസിൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഈസ് ഓൾസോ നെഗറ്റീവ്. അപ്പോൾ ഈ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഡെൽറ്റ എസിൻ്റെ വാല്യൂ രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസ് നെഗറ്റീവ് ആവും. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി, ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാനിപ്പോൾ പറയണില്ല, സമയക്കുറവുള്ളത് മൂലം. ഡെൽറ്റ എസ് അതായത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഒരു പ്രതലത്തിൽ അഡ്സോർബ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടിട്ട് അവരെ ഒരു ചെറിയൊരു സർഫസിലേക്ക് ഒതുക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും എൻട്രോപ്പി ഡിഫറൻസ് വരിക? നെഗറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ആസ് അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് വിൽ ബി നെഗറ്റീവ്. ഇനി എപ്പോഴാണ് ഈ ഇതൊക്കെ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഫിസിക്കലായാലും അവിടെ എന്തുണ്ടാവും? നമ്മുടെ കെമിസ്ട്രി വരുന്നത് കൊണ്ട് നമ്മുടെ കഴിഞ്ഞ കൊല്ലം പഠിച്ച തെർമോഡൈനാമിക്സും കൂടി ഇതിനോട് ചേർക്കേണ്ടത്. ടെമ്പറേച്ചർ ഡിഫറൻസും ഒക്കെ ഇവിടെ വരുന്ന ഒരു ഫിനോമിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഗിബ്സ് എമോൾസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, ടി ഡെൽറ്റ എസ് അല്ലെങ്കിൽ ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവാണെന്ന് പറഞ്ഞു. അപ്പം ഡെൽറ്റ എച്ച് ഹൈ നെഗറ്റീവ് വാല്യൂ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഡെൽറ്റ എസിനോട് കിടപടിക്കത്തക്ക രീതിയിൽ, അതായത് ഡെൽറ്റ എസ് എച്ച് ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ എന്ത് വരിക? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരികയും ചെയ്യുക. അവരുടെ സൈൻ ഓപ്പോസിറ്റ് വരികയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഡെൽറ്റ എച്ച് ക്യാൻസൽസ് വിത്ത് ടി ഡെൽറ്റ എസ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഡെൽറ്റ ജി വിൽ ബി ഈക്വൽ ടു 0. ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആകുമ്പോൾ അതും നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. ഡെൽറ്റ ജി 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറ്റ് ദിസ് സ്റ്റേറ്റ് ഈക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അപ്പോൾ അതാണ് അതിൻ്റെ മെക്കാനിസത്തിൽ വരുന്നത്. ഇനി അഡ്സോർപ്ഷൻ എത്ര തരം ഉണ്ടെന്നാണ് പറയണത്. അഡ്സോർപ്ഷൻ 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, രണ്ടാമത്തത് കെമിക്കൽ അഡ്സോർപ്ഷൻ.
അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ അതിലെ ഡിഫറൻസ് നമുക്ക് പഠിക്കാനുണ്ട്, വരുന്നുണ്ട്, പറയാം. അപ്പോൾ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഈസ് physisorption or accumulation of a gas on the surface of a solid by weak van der Waals forces. അതായത് അവിടെ വരുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അതേസമയം നേരെ അടുത്ത ആളിലേക്ക് പോവുകയാണെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷനിലാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത് ഏതാണ്? കെമിക്കൽ ബോൺസ് ആയിരിക്കും. അവിടെയാണ് ഡിഫറൻസ് ഇപ്പം മനസ്സിലാക്കി വയ്ക്കുക. ആദ്യത്തേതിൽ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ കെമിസോർപ്ഷനിൽ വരുന്നത് എന്താണ്? കെമിക്കൽ ബോൺസ് ആണ്. ദെൻ ഫിസിസോർപ്ഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫിസിസോർപ്ഷൻ്റെ ക്യാരക്ടേഴ്സിൽ വരുന്നത് ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. ശരിക്കും നിങ്ങളത് വേർഡ് ബൈ വേർഡ് പഠിച്ചാൽ മതിയാവും. അതായത് സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾ മാത്രം അഡ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നോ അല്ലാതെ അങ്ങനെയൊന്നുമില്ല. അഡ്സോർബൻ്റ് ഏതായാലും അഡ്സോർബേറ്റ് ഏതായാലും വിരോധമില്ല, സ്പെസിഫിക് അല്ല. അഡ്സോർബേറ്റ് ആണെങ്കിൽ സാധാരണ അവർ പ്രിഫർ ചെയ്യുന്നത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ് ഫിസിസോർപ്ഷനിൽ. ഇനി അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണത്? റിവേഴ്സിബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നമ്മൾ പറ്റി പിടിച്ചിരുന്നു, അത് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് അതിനെ പുറത്തേക്ക് ആക്കാനും നമുക്ക് റിവേഴ്സിബിൾ ആണത് വരിക. ദെൻ സാധാരണഗതിയിൽ അഡ്സോർപ്ഷൻ പ്രോസസ്സ് എക്സോതെർമിക് ആയിരിക്കും. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇതൊക്കെയാണ് ഫിസിസോർപ്ഷൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് എന്താണ്? ഇക്വലി ലിക്വിഫയബിൾ ഗ്യാസ് ആണ് സാധാരണ അഡ്സോർബ് ചെയ്യാറുള്ളത്. ദെൻ റിവേഴ്സിബിൾ ആണ്, ലോ ടെമ്പറേച്ചറിലാണ് നടക്കാറ്, എക്സോതെർമിക് ആണ്. ദെൻ അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. അഡ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും കൂടും. അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അതേസമയം നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഡസ്റ്റർ ഉപയോഗിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വൈപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്കുലാർ ലെയറിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് അതിലുമ്മിൽ പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കാം. അതായത് മൾട്ടി മോളിക്കുലാർ ലെയർ ഫോർമേഷൻ പോസിബിൾ ആണ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടേഴ്സാണ്. ഒന്നുകൂടി പറയാം. ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി, നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് വെച്ചിട്ടാണ് അവിടെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. റിവേഴ്സിബിൾ നേച്ചർ, ആസ് സർഫസ് ഏരിയ ഇൻക്രീസസ് extent of adsorption also increases. Then enthalpy of adsorption increases. Enthalpy of adsorption low ആയിരിക്കും because the weak van der Waals force is there. Then multimolecular layer formation is possible. ഇനി എന്താണ് കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. നേരത്തെ പറഞ്ഞത് ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി പറഞ്ഞു. ഇവിടെ എന്താണത്? ഹൈലി സ്പെസിഫിക് ആയിരിക്കും. അതായത് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടുപേര് തമ്മിൽ അവിടെ എന്ത് നടക്കുള്ളൂ? കെമിസോർപ്ഷൻ നടക്കുള്ളൂ. രണ്ടാമത്തത് അതിൽ നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ദെൻ നെക്സ്റ്റ് വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കെമിസോർപ്ഷനും ഇൻക്രീസ് ചെയ്യും. ദെൻ എൻതാൽപ്പി ഓഫ് കെമിസോർപ്ഷൻ ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഫോഴ്സ് കെമിക്കൽ ബോണ്ടാണ്. ദെൻ ഓൺലി യൂണിമോളിക്കുലാർ ലെയർ ഈസ് ഫോംഡ്. അതായത് രണ്ട് സർഫേസ് തമ്മിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂളും ഒരു അഡ്സോർബേറ്റും തമ്മിലൊരു കെമിക്കൽ ബോണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ എന്തുണ്ടാക്കാൻ പറ്റില്ല? വേറൊരു ലെയർ ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചോക്ക് പൊടിയും ഡസ്റ്ററും ആണെങ്കിൽ ഒരു ചോക്ക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ മാത്രമല്ല, അതിന് മുകളിലായിട്ട് നമുക്ക് ലെയേഴ്സ് ഉണ്ടാവും. പക്ഷെ കെമിസോർപ്ഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ? യൂണിമോളിക്കുലാർ ലെയർ ആണ് ഫോം ചെയ്യണത്. ഇനി അഡ്സോർപ്ഷൻ ഐസോതേംസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.